ഹർഷ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീണ്ടും വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ആരംഭിച്ചിരിക്കുകയാണല്ലേ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP അധികാരത്തിൽ വന്നതുമായി ബന്ധപ്പെട്ട് ശ്രീലേഖ IPS ശ്രീലേഖ ഇപ്പോഴും പ്രശ്നത്തിലാണ്. തന്നെ മേയറാക്കാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചു എന്നാണ് ശ്രീലേഖ പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോ ഇതായത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആദ്യമേ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ശ്രീലേഖ എന്ന് പറയുമ്പോൾ വെറുതെ ശ്രീലേഖയല്ല, കൂടെ ശ്രീലേഖ IPS ഇവരായിരിക്കും ഇനി മത്സരിക്കാൻ പോകുന്നത്. വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മേയറായിട്ട് ശ്രീലേഖ ആയിരിക്കും വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു PR വർക്ക് തന്നെ BJPക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. നമ്മൾ പോലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. VV രാജേഷിനെ തഴഞ്ഞുകൊണ്ട് ശ്രീലേഖയെ അവിടെ മേയർ ആക്കുമോ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മേയർ ആക്കിയാൽ തന്നെ ഇനി VV രാജേഷിനെ മാറ്റി ശ്രീലേഖ മേയർ ആക്കിയാൽ അത് BJPക്ക് ഒരു പൊൻതൂവലായിരിക്കും. ആദ്യത്തെ വനിതാ മേയർ BJPയിൽ നിന്നും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ലായിരുന്നു. അവർക്കത് പിന്നീട് ബൂസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഒരു ഫാക്ടർ കൂടിയായി മാറുമായിരുന്നു അത്. പക്ഷേ VV രാജേഷിനെ പോലെ അത്രത്തോളം എക്സ്പീരിയൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിയെ തഴഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് ശ്രീലേഖയെ മുന്നോട്ട് കൊണ്ടുവരാൻ BJP ഒന്ന് ഭയപ്പെട്ടു എന്ന് തോന്നുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ VV രാജേഷ് മേയർ ആവുകയും അതിന് പിന്നാലെ ശ്രീലേഖയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങളുടെ ഒരു കൂടാരമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് BJPക്ക് വലിയ പ്രതീക്ഷകളായിരുന്നു. പക്ഷേ അതിനുശേഷം അത് ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥിക്ക് മേയർ പോലുള്ള ഒരു കീ പോസ്റ്റ് കൊടുക്കുന്നത് കൊണ്ട് അവർ അവിടെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആശയം BJPയുടെ ആശയമാണ്. അപ്പോൾ BJPയുടെ ആശയം കൃത്യമായി മുന്നോട്ട് വയ്ക്കാൻ പറയാൻ കഴിയുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ VV രാജേഷിനെ തന്നെയാണ് നിർത്തുന്നത്. കാരണം ഈ തിരുവനന്തപുരം കോർപ്പറേഷനോടുകൂടി BJP അവസാനിക്കുന്നില്ല, അവരുടെ പ്രതീക്ഷകൾ അവസാനിക്കുന്നില്ല. അവർക്ക് ഇനിയും പുതിയ തിരഞ്ഞെടുപ്പുകൾ, ഇനിയും പുതിയ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് BJPയുടെ വക്താവായിക്കൊണ്ട് എത്രത്തോളം സംസാരിക്കാൻ കഴിയും, BJPയുടെ രാഷ്ട്രീയം എത്രത്തോളം പറയാൻ കഴിയും, ഈ കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് VV രാജേഷ് എന്നുള്ളൊരു ഫാക്ടറിനെ അവിടെ തിരഞ്ഞെടുക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ആ ഘട്ടത്തിൽ സംസാരിച്ചിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ഉറപ്പായിട്ടും ശ്രീലേഖ IPSനെ ശ്രീലേഖയെ മേയറാക്കുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷെ നമ്മൾ അവസാനം വിലയിരുത്തിയത് വെച്ച് നമ്മൾ രണ്ടുപേരും സംസാരിച്ചപ്പോഴാണ് വിലയിരുത്തിയിരുന്നത് VV രാജേഷിനായിരിക്കും സാധ്യത എന്ന്. ഇപ്പോൾ ശ്രീലേഖ പറയുന്നത് എന്നെ മേയറാക്കുമെന്ന് പറഞ്ഞ് വഞ്ചിച്ചാണ് എന്നെ അവിടെ മത്സരിപ്പിച്ചത്, മത്സരം കഴിഞ്ഞപ്പോൾ എന്നെ ഉപേക്ഷിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവർ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല. ഇപ്പോഴും VK പ്രശാന്തിന്റെ ഓഫീസിൽ ബോർഡിന് തൊട്ട് മുകളിലായി ബോർഡ് വെച്ച് ആ ഒരു വാശി തീർത്തുകൊണ്ട് അവിടെ തുടരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ചോദ്യം, അതായത് നമ്മൾ അപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു ഇനിയിപ്പോൾ വട്ടിയൂർക്കാവിൽ, അല്ലെങ്കിൽ ഒരു വട്ടിയൂർക്കാവെന്നല്ലേ, ഏതെങ്കിലും ഒരു നിയമസഭാ സീറ്റ് ശ്രീലേഖയ്ക്ക് BJP കരുതി വെച്ചത് കൊണ്ടായിരിക്കുമോ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോയത്, മേയറാക്കാതിരുന്നത് എന്നുള്ള രീതിയിലൊരു ശുഭപ്രതീക്ഷ നമ്മൾ പോലും പങ്കുവച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അവിടെയും ശ്രീലേഖയെ BJP പറ്റിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വട്ടിയൂർക്കാവിൽ ഈ പറയുന്നത് പോലെ ശ്രീലേഖ ആയിരിക്കില്ല സ്ഥാനാർത്ഥി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ശ്രീലേഖ പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, ഇനി ഒരു മത്സരത്തിന് ഞാനില്ല, ഞാൻ കൗൺസിലറായി തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനി സീറ്റ് കൊടുക്കും എന്നുള്ളൊരു ധാരണയിൽ അവർ എത്തിയിട്ടില്ല. അവർക്ക് ആദ്യഘട്ടത്തിൽ നമ്മളെല്ലാം വിചാരിച്ചിരുന്നു നിയമസഭയിലേക്ക് നോക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ മേയർ ആക്കാതിരുന്നത് എന്നൊക്കെ വിചാരിച്ചിരുന്നുവെങ്കിലും അതില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അവർ തന്നെ വെളിപ്പെടുത്തുന്നു, ഞാൻ ഇനി മത്സരിക്കുന്നില്ല എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ഇവര് പറഞ്ഞൊരു വാക്കുണ്ട്, രാഷ്ട്രീയക്കാർക്ക് ചേരാത്ത സത്യസന്ധത എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതികരിച്ചത്. എല്ലാവരുടെയും ഒപ്പം BJPക്ക് വേണ്ടി പ്രവർത്തിക്കും, VV രാജേഷിനെ ഞാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. അപ്പം രാഷ്ട്രീയക്കാർക്ക് ചേരാത്ത സത്യസന്ധത, അതായത് കൂടെയുള്ള രാഷ്ട്രീയക്കാർ പോലും തന്നെ പറ്റിച്ചു, അല്ലെങ്കിൽ അവർ സത്യസന്ധത ഇല്ലാത്തവരാണ് എന്ന് പറയാതെ പറയുകയാണോ ശ്രീലേഖ എന്ന് ചോദിച്ചാൽ അതെ. കാരണം പച്ചയായ സത്യമാണ് അവരിവിടെ തുറന്നു വെച്ചിരിക്കുന്നത്. അവരെ പോലെ ഒരു വ്യക്തിയെ നമ്മൾ പോലും, അല്ലെങ്കിൽ പൊതുജനങ്ങൾ ചോദിച്ചിരുന്നു, ഒരു പട്ടി ചത്തി കിടന്നാൽ അതിനെടുത്ത് മാറ്റാൻ ശ്രീലേഖ വരുമോ എന്ന് ചോദിച്ചിരുന്ന ഒരു കൂട്ടം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. നമ്മുടെ V. ജോയ് MLA ആണ് ഇത് പറഞ്ഞത്. 10 പേർ കൂടെ ഉണ്ടായിരുന്ന ഒരു IPS ഉദ്യോഗസ്ഥ, മുൻ DGP, ഒരു പട്ടി ചത്ത്, നിങ്ങളുടെ വാർഡിൽ ഒരു പട്ടി ചത്ത് കിടന്ന് അതിനെ കുഴിച്ചിടാൻ വരുമോ എന്നാണ് ചോദിച്ചത്. നമുക്ക് കണ്ടറിയാം, ഇപ്പൊ കൗൺസിലറായി തുടരുകയാണ്, ശക്തമായി തന്നെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഓപ്പോസിറ്റുള്ള പാർട്ടിയുടെ എല്ലാ പോരായ്മകളും കണ്ടുപിടിച്ച് തുറന്നു കാട്ടി അവിടെ പോരാട്ടം ഉണ്ടാക്കി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു നല്ലൊരു കൗൺസിലറിനെയാണ് നമ്മൾ കാണുന്നത്. ഈ പ്രവർത്തനം ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ
വി ജോയ് ചോദിച്ചതുപോലെ ഒരു പട്ടി ചത്താൽ കുഴിച്ചിടുന്ന ഒരു നിലയിലേക്കും അത്രയും കാര്യങ്ങളും അവർ ചെയ്യാൻ പ്രാപ്തിയാകാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അവര് പറയുകയും ചെയ്തിട്ടുണ്ട് അത് ഇത്തരത്തിൽ അത് നിങ്ങൾ വിജയിച്ചു കഴിയുമ്പോൾ കണ്ടോളൂ എന്നുള്ള രീതിയിൽ. പക്ഷേ ശ്രീലേഖയെ മത്സരിപ്പിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാം, ശ്രീലേഖയെ തിരുവനന്തപുരം കോർപ്പറേഷൻ പൂർണ്ണമായും ഏൽപ്പിക്കുന്ന രീതിയിലായിരുന്നു BJPയുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. എവിടെ നോക്കിയാലും ശ്രീലേഖയായിരുന്നു. ഏതൊരു ചർച്ച എടുത്താലും ഏതൊരു വാർത്ത എടുത്താലും അതിനകത്ത് ശ്രീലേഖയുടെ ഒരു പങ്കുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രീലേഖ കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിസമ്മതിച്ച വ്യക്തിയായിരുന്നു ഞാൻ. 3 തവണ ഞാൻ വിസമ്മതിച്ചു. പിന്നീട് വെറും കൗൺസിലറായിട്ടല്ല മത്സരിപ്പിക്കുന്നത്, BJP പാർട്ടിയുടെ മുഖമായിരിക്കും, എല്ലാവരെയും വിജയിപ്പിച്ചെടുക്കണം, മേയറായി പരിഗണിക്കുമെന്നായിരുന്നു എന്നോട് പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് ശേഷം മേയർ പദവി സംബന്ധിച്ച് സമന്വയത്തിലെത്തേണ്ട ഘട്ടത്തിൽ കൗൺസിലർമാരെ വിളിച്ച് അഭിപ്രായം തേടിയിരുന്നു. അന്ന് കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നാണ് ഞാനും പറഞ്ഞത്. പാർട്ടിയിൽ അനുഭവ സമ്പത്തുള്ളയാൾ മേയർ ആകുന്നതിൽ എനിക്ക് നിരാശയോ നീരസമോ ഇല്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു വേളയിൽ അപ്പുറത്തെ അയൽ വീട്ടിലെ പാലുകാച്ചലിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിരസമൊന്നും ഇല്ല എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. കാരണം ഇനിയിപ്പോൾ നിരസമുണ്ട് എന്ന് പറഞ്ഞ് തന്റെ ഇപ്പോൾ നിലവിലുള്ള ഒരു ഇമേജ് കൂടി വെറുതെ ബ്രേക്ക് ചെയ്യണ്ടല്ലോ എന്നുള്ള ഒരു ബുദ്ധിപരമായ നീക്കമായിരിക്കണം ശ്രീലേഖ നടത്തിയത്. പക്ഷേ യഥാർത്ഥത്തിൽ BJP ശ്രീലേഖയോട് ചെയ്തത് നമുക്ക് പോലും അത് തീർച്ചയായിട്ടും നമുക്ക് പോലും അത് ശ്രീലേഖയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെയധികം വിഷമം തോന്നുന്നത്. കാരണം അവരെ എത്രത്തോളം ആഗ്രഹിപ്പിച്ചു, ആ ഒരു പദവി നൽകാമെന്ന് പറഞ്ഞു. അവരെ പോലെ DGP ആയിരുന്ന അല്ലെങ്കിൽ IPS കാരിയായിരുന്ന ആദ്യ IPS റാങ്കോട് കൂടിയ DGP, വനിതാ DGP എന്ന് പറയുന്ന ഒരു പവറുള്ള എല്ലാം കൊണ്ടും ഒരു ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി, സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു സ്റ്റാർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചിട്ട് പറഞ്ഞു പറ്റിച്ചു എന്ന് പറയുമ്പോൾ അവർ പിന്നീട് മത്സരിക്കുമോ ഇല്ലയോ എന്ന് പോലും നമ്മൾ പോലും ചിന്തിച്ചിരുന്നില്ല. പിന്നീട് ഇവരുടെ തീരുമാനം ഇനി മത്സരിക്കേണ്ടായെന്നാകുമോ എന്ന് കൃത്യമായി അവർ പറഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു മത്സരത്തിന് താല്പര്യമില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി അടുത്തടുത്ത് വരുന്ന സാഹചര്യം തിരുവനന്തപുരത്ത് അവർ BJP ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശ്രീലേഖ മത്സരിച്ചില്ലെങ്കിൽ പോലും അവരെ ഉപയോഗിച്ച് പ്രചാരണം നടത്താമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനിയും അത് സാധ്യമാകും. BJP നേതാക്കൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ, ഇതൊരു ചർച്ചയിൽ അപ്പുറം ഇരുന്ന് സംസാരിച്ചാൽ സമന്വയത്തിൽ എത്താവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതെ, മേയറാകാൻ വേണ്ടി സമന്വയത്തിൽ എത്തിയതുപോലെ ഇനിയിപ്പോൾ സ്ഥാനാർത്ഥിത്വം ഇല്ലെങ്കിൽ പോലും അവിടെയുള്ള ശക്തമായ പ്രചാരണ പരിപാടികളുമായി അവർ മുന്നോട്ട് പോകണം. കാരണം തിരുവനന്തപുരത്ത് 5 സീറ്റാണ് അവർ പിടിക്കുമെന്ന് അവകാശപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 5 സീറ്റിലേക്ക് 5 സീറ്റ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുറെ ഫേസുകൾ വേണം. പൊതുജനത്തോട് സംവദിക്കുമ്പോൾ ഈ ഫേസുകൾക്ക് വളരെയധികം വാല്യൂ ഉണ്ട്. അപ്പോൾ ശ്രീലേഖ ആയിക്കോട്ടെ, VV രാജേഷ് ആയിക്കോട്ടെ, നമുക്ക് അറിയുന്ന കുറെ പരിചിത മുഖങ്ങൾ മുന്നിൽ വന്ന് വോട്ട് ചോദിക്കുമ്പോൾ പൊതുജനത്തിന് ആ ഒരു പരിചിത മുഖം എന്നുള്ളൊരു പരിഗണന അവിടെ വരികയാണ്. അപ്പോൾ അതെല്ലാം ഫാക്ടേഴ്സ് ആവും. ഇപ്പോൾ BJPയെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു വേരൂന്നാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഏതു സാധ്യതകളും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം.